ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ 5th ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസ് കാണാവൂ. ഫസ്റ്റ് വൺ, how do you think stereotypes about what women can or cannot do affect women's right to equality? അപ്പം ഈ സൊസൈറ്റിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് സ്ത്രീകളെ കുറിച്ചല്ലേ. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇമേജ് കാണും. അപ്പോൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാരണം വുമൻ്റെ റൈറ്റ് ടു ഇക്വാലിറ്റിയെ എന്തുമാത്രം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Stereotypes about what women can or cannot do affect women's right to equality because they are termed weak and incapable of doing strong work. It is because of this reason that women are called inferior to men. They are paid fewer salaries or wages than their men counterparts. അപ്പം സ്ത്രീകളെക്കുറിച്ച് പൊതുവായിട്ടുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അവർ വീക്കാണ്, അതുപോലെ തന്നെ സ്ട്രോങ് വർക്കൊന്നും ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു റീസൺ കാരണം തന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഇൻഫീരിയർ ആണെന്നും അതുപോലെ തന്നെ അവർക്ക് അധികം സാലറിയോ റെസ്പെക്റ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഈ സമൂഹത്തിന് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വുമൻ്റെ റൈറ്റ് ടു ഇക്വാലിറ്റിയെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. Second one, list one reason why learning the alphabet was so important to women like Rash Sundari Devi, Ramabai and Rokia. അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതിൻ്റെ ഒരു റീസൺ എന്താണ്? Learning the alphabet was so important to these women because only after that they became able to write stories, letters and autobiographies which described their own experiences of inequality. അപ്പോൾ ആൽഫബറ്റ് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഓരോരോ സ്റ്റോറീസ് അല്ലെങ്കിൽ ലെറ്റേഴ്സും ഓട്ടോബയോഗ്രഫിയൊക്കെ എഴുതാനായിട്ട് സാധിച്ചതല്ലേ. അപ്പോൾ ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ള ഇനീക്വാലിറ്റി അതൊക്കെ ഇവർക്ക് സ്വന്തം എക്സ്പീരിയൻസുകൾ തന്നെ എഴുതിയിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് ഈ ആൽഫബറ്റ് പഠിച്ചതിൻ്റെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. Third one, poor girls drop out of school because they are not interested in getting an education. Reread the last paragraph on page 62 and explain why this statement is not true. പാവപ്പെട്ട പെൺകുട്ടികൾ സ്കൂളിൽ പോവാത്ത അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തുന്നത് അവർക്ക് എഡ്യൂക്കേഷനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലേ. അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This statement, poor girls drop out of school education, is not true because of the following reasons. ഈ താഴെ പറയുന്ന റീസൺസ് കൊണ്ടാണ് ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ സ്കൂളിൽ പോവാത്തത് അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അവരുടെ പഠിത്തം നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. എന്തൊക്കെയാണ് ആ റീസൺസ്? ദർ ആർ നോ ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, എസ്പെഷ്യലി ഇൻ ആദിവാസി ഏരിയാസ്. ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ആദിവാസി മേഖലകളിലൊന്നും വലിയ ഫെസിലിറ്റീസ് ഇല്ല. നോട്ട് ഈവൻ പ്രോപ്പർ സ്കൂൾസ്, നല്ല സ്കൂളുകളില്ല. നോ ടീച്ചർ ഇൻ ദി സ്കൂൾസ് ഓൺ റെഗുലർ ബേസിസ്, നോ സ്കൂൾസ് നിയർ ദെയർ ഹോംസ്. അതുപോലെ തന്നെ ടീച്ചേഴ്സൊന്നും അധികമില്ല, നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സൊന്നും ഈ സ്കൂളിൽ റെഗുലറായിട്ട് വരാറില്ല. അതുപോലെ തന്നെ ഈ സ്കൂളൊക്കെ വീടുകളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നോ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇഫ് ദ സ്കൂൾസ് ആർ ഫാർ അവേ, ദൂരെയാണ് സ്കൂളെങ്കിൽ പോലും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഫാമിലീസ് ടു പുവർ ടു അഫോർഡ് സ്കൂളിംഗ് എക്സ്പെൻസസ്, ഇവരുടെ വീട്ടിലൊക്കെ അധികം പണമൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വിടാനായിട്ടുള്ളൊരു നിവൃത്തി ഉണ്ടായിരിക്കത്തില്ല. ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ഓർ സെക്സ്. അപ്പം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ഇവരെ അനീക്വലായിട്ട് കാണുക. കാസ്റ്റിൻ്റെയോ ക്രീഡിൻ്റെയോ റിലീജിയൻ്റെയോ അല്ലെങ്കിൽ ജെൻഡറിൻ്റെയോ ഒക്കെ ബേസിസിൽ ഇവരെ അനീക്വലായിട്ട് കാണുക. അതിനെ ബേസ് ചെയ്തുണ്ടാവുന്ന ഡിസ്ക്രിമിനേഷൻ. പ്രിഫറൻസ് ഫോർ ബോയ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് നോട്ട് ഗേൾസ്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഫാമിലി ആണെങ്കിൽ പോലും അവർ
കൂടുതലായിട്ടും ആൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടാനായിട്ട് നോക്കും, പെൺകുട്ടികളെ വിടത്തില്ല. അപ്പോൾ പ്രിഫറൻസ് കിട്ടുന്നതും ബോയ്സിൻ്റെ എഡ്യൂക്കേഷന് തന്നെയാണ്. ഫോർത്ത് വൺ, can you describe two methods of struggle that the women's movement used to raise issues? If you had to organize a struggle against stereotypes about what women can or cannot do, what method would you employ from the ones that you have read about? Why would you choose this particular method? വിമൻസ് മൂവ്മെൻറ്റിൽ അവർ യൂസ് ചെയ്ത 2 മെത്തേഡ് ഓഫ് സ്ട്രഗിൾ എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രഗിള്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റീരിയോ ടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അതുപോലെ തന്നെ ഏത് മെത്തേഡ് ഓഫ് സ്ട്രഗിളാണ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 മെത്തേഡ് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്ത 2 മെത്തേഡ് ഓഫ് സ്ട്രഗിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 methods of struggle that the women's movement used. Campaigning. To fight discrimination and violence against women. Women groups spoke against dowry deaths, sexual harassment. Laws were formulated in 1997 to protect women against sexual harassment. Anti-dowry laws were passed in the 1980s. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാമ്പയിനിങ് ആണ്. ഡിസ്ക്രിമിനേഷനെതിരായിട്ട് അല്ലെങ്കിൽ വയലൻസിനെതിരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് ഈ ക്യാമ്പയിനിങ് എന്ന് പറയുന്നത്. സ്ത്രീകൾ ഈ ഡൗറി ഡെത്ത്സിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ അതിനെയൊക്കെ എതിരായിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്തിരുന്നത് ഈ ക്യാമ്പയിനിങ് വേയിലൂടെ. അതുപോലെ തന്നെ ഇത് വളരെയധികം സക്സസ്ഫുൾ ആയി. അത് കാരണമാണ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ വന്നത് 1997. അതുപോലെ തന്നെ ആൻറ്റി ഡൗറി ലോസ് 1980s വന്നു. റേസിങ് അവെയർനെസ്. ഇനി ഒരു സെക്കൻഡ് മെത്തേഡാണ് ഈ റേസിങ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടു റേസ് പബ്ലിക് അവെയർനെസ് അബൌട്ട് വിമൻസ് റൈറ്റ്സ് ഇഷ്യൂസ്. പബ്ലിക് റാലീസ്, ഡെമോൺസ്ട്രേഷൻസ് വേ ദ മെത്തേഡ്സ് യൂസ്ഡ്. അപ്പോൾ പബ്ലിക് റാലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെയാണ് ഈ റേസിങ് അവെയർനെസ് നടത്തുന്നത്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയാണ്. അപ്പം നമ്മളിനി ഇതിലേതെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും റേസിങ് അവെയർനെസ് തന്നെ ചൂസ് ചെയ്യാം അല്ലേ? വി വുഡ് യൂസ് റേസിങ് അവെയർനെസ്. ദിസ് വേ വി വിൽ ബി ഏബിൾ ടു ലെറ്റ് പീപ്പിൾ നോ അബൌട്ട് ദ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഗ്യാദർ ദെയർ സപ്പോർട്ട്. റേസിങ് അവെയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് എന്തൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻസ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവരിൽ നിന്നൊരു സപ്പോർട്ട് കൂടി ലഭിക്കും. It is a creative and positive way of expressing the views and thoughts of people on the concerned issue and involving more people. അതൊരു ക്രിയേറ്റീവ് അതുപോലെ തന്നെ പോസിറ്റീവ് വേ ആണ്. ആൾക്കാർക്ക് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ടും ലഭിക്കും. This way the people who are clueless about women's problems or are unaware would also be involved. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതൊന്നും ബാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് എല്ലാവർക്കും ഉള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലേ? എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ജോഗ്രഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് കാണുക.